ഗ്ലൂക്കോമീറ്റർ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ മോണിറ്റർ. ഇതിലാണ് നമ്മൾ ഗ്ലൂക്കോമീറ്ററിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂസ് വരുന്നത്. ഈ പെന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഇതിൽ ഈ സ്ട്രിപ്പ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടത്. സ്ട്രിപ്പ് ഇതിൻ്റെ ഈ ബ്ലാക്ക് കളർ കണ്ടോ? ഈ ബ്ലാക്ക് കളറാണ് ഫസ്റ്റ് നമ്മൾ ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ മീറ്റർ ഓണായിട്ട് വരും. ഓണാവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഈ കോഡ് കാണിച്ച് ബ്ലഡ് ഡ്രോപ്പ് ചെയ്യേണ്ട ബ്ലഡിൻ്റെ സിമ്പിൾ അതിൽ കാണിക്കും. അതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ബ്ലഡ് ആക്കാൻ പാടുള്ളൂ. ഈ നീഡിലെടുത്തിട്ട് നമുക്ക് വേറെ എടുക്കാം. ഈ പെന്ന് എങ്ങനെയാണ് നമ്മൾ അഴിക്കേണ്ടത് വെച്ചാൽ ഈ വൈറ്റ് കളറല്ലേ, ഈ വൈറ്റ് കളറും ഇവിടെയും പിടിക്കുക. ഇതിങ്ങനെ ത്രെഡ് ചെയ്യുമ്പോൾ ഉരുക്കിട്ടും ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇവിടെ ഇങ്ങനെ ഈ ഷേപ്പ് കണ്ടോ, സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്ത ഈ ഷേപ്പ്, ആ ഷേപ്പിൽ ഇതുപോലെ തന്നെയുള്ള ഇതിൽ സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്ത ഭാഗം ഉണ്ടാവും. ആ ഭാഗമാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇതിന് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. ഇതിങ്ങനെ അമർത്തുമ്പോൾ തന്നെ ഒരു ടിക്ക് സൗണ്ട് കേൾക്കും. അതിൽ ഇൻസേർട്ട് ആയിട്ടുണ്ടാവും. ഇതിന് ശേഷം ഇവിടെ പിടിച്ചിട്ട് ഇതൊന്ന് ത്രെഡ് ചെയ്യുക. ത്രെഡ് ചെയ്തിട്ടൊന്ന് വലിച്ചാൽ മതി, നീഡിൽ കാണും. അതിനുശേഷം ഇത് അതേപോലെ ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ തിരിച്ച ആ ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് തിരിക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ വാല്യൂസ് ഉണ്ട്, 1 2 3 ഇങ്ങനെ തിരിക്കുമ്പോൾ വാല്യൂസ് കണ്ടോ? ഈ ഗ്രേ കളർ ഉണ്ടോ? ആ ഗ്രേ കളർ മാത്രമാണ് തിരിക്കേണ്ടത്. തിരിക്കുമ്പോൾ വാല്യൂസ് അതിൽ കാണും. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ ഒരു കട്ട് കണ്ടോ? ആ കട്ടിൻ്റെ നേരെയാണ് നമ്മൾ ആ വാല്യൂസ് ആക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു 2 3 ആ റേഞ്ചിൽ വെച്ചാൽ മതി. കുറച്ചും കൂടി 4 5 വെക്കുമ്പോൾ പേഷ്യൻസിന് പെയിൻ കൂടുതലായിരിക്കും ഉണ്ടാവുക. അതിൽ വെച്ചിട്ട് ഈ 2 വെച്ചിട്ട് ഫിംഗർ ഇവിടെ വെക്കുക. ഫിംഗർ വെച്ചതിന് ശേഷം ഇതാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. ചില സമയത്ത് പ്രസ് ചെയ്താൽ ആവില്ല. അങ്ങനെ വരുമ്പോൾ ഈ ബാക്കത്തെ ഈ ബട്ടൺ ഇങ്ങോട്ട് ബാക്കോട്ടൊന്ന് വലിച്ചാൽ മതി. ആ വലിച്ചു കഴിഞ്ഞാൽ ഒരു ടിക്ക് സൗണ്ട് കേൾക്കും. അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ടാവും. അതിന് ശേഷം ഫിംഗർ ഇവിടെ വെച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അത് നീഡിൽ നമ്മളെ വിരലിന് കൊള്ളും, ബ്ലഡ് കിട്ടുകയും ചെയ്യും. അതിന് ശേഷം ആ ബ്ലഡ് ഈ ലൈൻസ് കണ്ടോ, ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടില്ലേ, അതിലേക്ക് ഈ ബ്ലഡ് വെക്കുക. ബ്ലഡ് ഫുള്ളായിട്ട് വരുമ്പോൾ ഇതിൽ വാല്യൂസ് റീഡ് ചെയ്ത് കാണിക്കും. അപ്പോൾ മനസ്സിലായില്ലേ?